അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ എന്താ പഠിക്കാൻ പോകുന്നത്? സ്ട്രക്ചർ പാഡിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചർ പാഡിംഗ് ആൻഡ് പാക്കിംഗ് എന്താണ് ഈ സ്ട്രക്ചർ പാഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിന്റെ സൈസ് എന്താണ്? സ്ട്രക്ചറിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ടാണ് വരുന്നത്? അതായത് സി ഷുഡ് ബി സം ഓഫ് ദി സൈസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അങ്ങനല്ലേ? അതിലുള്ള മെമ്പേഴ്സിന്റെ സമ്മാണ് സ്ട്രക്ചറിൽ സൈസ് ആയിട്ട് വരുന്നത്. ബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല കറക്റ്റ് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് സ്ട്രക്ചറിൽ അങ്ങനെ വരുന്നത്? സ്ട്രക്ചറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് മൾട്ടിപ്പിൾ എം ടി ബൈറ്റ്സ്. അതായത് നമുക്ക് എന്ന് പറഞ്ഞാൽ സി പി യു റീഡ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈക്കിളിലും നമുക്ക് അത്ര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ സി പി യു റീഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബൈറ്റ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇൻറ്റീജറിന്റെ സൈസ് അല്ലെങ്കിൽ മെമ്മറിയുടെ സൈസ് എന്നാണ് പറയാം. മെമ്മറിയുടെ സൈസിനനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സി പി യു റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫെച്ച് ചെയ്യുക. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഫെച്ച് ചെയ്യുമ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ സ്പീഡിൽ റീഡ് ചെയ്യാൻ 4 ബൈറ്റ് ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ആ മെമ്മറി സൈസിന് ഇപ്പോൾ 64 ബിറ്റ് ആണെങ്കിൽ 64 ബിറ്റ് ആണ് അത് റീഡ് ചെയ്യുക. ഓക്കെ, അറ്റ് സിംഗിൾ ഇതിൽ. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലിപ്പോൾ എഴുതുമ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഷോർട്ട് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, ഇൻഡി ഉണ്ട്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇതിന്റെ സൈസ് എത്ര വരേണ്ടത്? എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 8 ഒന്ന് 16 23 ആണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താ സൈസ് വരുന്നത്? ഇവിടെ 24 ആണ് വരുന്നത്. അത് എന്തുകൊണ്ട് വരുന്നത്? ഫസ്റ്റത്തെ ഇതിൽ എന്ന് പറഞ്ഞാൽ 2 സ്റ്റോർ ചെയ്തു. ഓക്കെ, 2 ബൈറ്റ്സ് സ്റ്റോർ ചെയ്തു. ഇത് 2 ബൈറ്റ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. 2 ബൈറ്റ്സ് പ്ലസ് 3 1 3 ആണ് സ്റ്റോർ ചെയ്തത്. പിന്നത്തെ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4 ബൈറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇതെങ്ങനെ വരിക? ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് വരും. 1 വേക്കന്റ് ആണ്. ഓക്കെ, 1 വേക്കന്റ് ആണ്. പിന്നത്തെ ഈ മെമ്മറിയിലായിരിക്കും ആ 4 ബൈറ്റ് ആയിട്ടുള്ള ഈ വീക്ക് സ്റ്റോർ ചെയ്യുക. പിന്നത്തെ 4 ബൈറ്റ് ആണ് എന്ത്? ഇയർ സ്റ്റോർ ചെയ്യുക. പിന്നത്തെ 4 ബൈറ്റിലാണ് എന്ത്? മന്ത് സ്റ്റോർ ചെയ്യുക. ഓക്കെ, പിന്നത്തെ 8 ബൈറ്റിലാണ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നത്? നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ വേരിയബിൾ ആയിട്ടുള്ള പി എന്നുള്ളത് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയാണ് അപ്പൊ ഈ 23 ഈ പ്ലസ് 1 ഈ വേക്കന്റ് വന്നിട്ട് എന്ന് പറഞ്ഞാൽ 24 ആയിട്ട് നമുക്ക് മാറുന്നത്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 24. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഈസി ആയിട്ട് എന്ന് പറഞ്ഞാൽ വേറെ മനസ്സിലാക്കണമെങ്കിൽ എന്താ? ഈ ഡബിൾ എന്നുള്ള വേരിയബിൾ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ആണ്, അതായത് രണ്ടാമതാണ് ഇനീഷ്യലൈസ് ചെയ്തെങ്കിൽ എന്തായിരിക്കും വരിക? ഡബിൾ എന്നുള്ള വേരിയബിൾ രണ്ടാമതാണ് ഇനീഷ്യലൈസ് ആക്കിയെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ 24 അല്ല വന്നുള്ളത്, നമുക്ക് നോക്കാം 32. അതായത് നമ്മൾ വേരിയബിൾ എന്തെങ്കിലും ചേഞ്ച് പറ്റിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് 32 വരുന്നത്? ഫസ്റ്റത്തേൽ എന്ന് പറഞ്ഞാൽ 2 വന്നു. അപ്പോൾ 2 മെമ്മറിയാണ് പിന്നെ വാക്കന്റ് വരുന്നത്. കാരണം എന്താണ്? വാക്കന്റ് വരാൻ കാരണം എന്താണ്? അടുത്തെന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ ഈ 8 എന്ന് പറഞ്ഞാൽ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ വാക്കന്റ് ആയി. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 4 എന്ന് വരും ചെയ്തു. 4 ബൈറ്റ്സ് ആവും ചെയ്തു. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഡബിൾ എന്ന് പറഞ്ഞാൽ ഡബിളിന്റെ ആദ്യത്തിൽ ഒരു 4 സ്റ്റോർ ചെയ്തു, രണ്ടാമത്തിൽ അടുത്ത 4 സ്റ്റോർ ചെയ്തു, അങ്ങനെ ഡബിൾ. പിന്നെ ക്യാരക്ടറിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ക്യാരക്ടർ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതിനും 4 ബൈറ്റ്സ് എടുത്തു. കാരണം എന്താ? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വീക്ക് എന്ന് പറഞ്ഞു. വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് 4 വേണം. അപ്പൊ അതിന് 4 വേണം, മന്തിന് 4 വേണം, എല്ലാത്തിനും 4 വേണം. അപ്പൊ എന്തായി ടോട്ടല്? അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 4 4 ഇവിടെ 4. അപ്പൊ എന്തായി? 8 8 16, പിന്നെ 16ഉം 8ഉം 24, 24ഉം 8ഉം 32 മെമ്മറിയായി. അങ്ങനെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 32 ആവും. ഇങ്ങനെ ഇത് 4 മന്തിന്റെ 4, ഇയറിന്റെ 4, പിയുടെ എന്ന് പറഞ്ഞാൽ 8 ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ടിന്റെ ഷോർട്ടിന്റെ 2, ബാക്കി ഇത് 4. അപ്പൊ ഈ 4. ഓക്കെ, പിന്നെ ഡബിളിന്റെ 8. അപ്പൊ 4 8 12, പിന്നെ 12 4 16, 16ഉം പിന്നെ 4 20, 24 28 32. അങ്ങനെയാണ് 32 എന്നുള്ള സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇനി ഈ സൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഈ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാ? നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട് പാക്കഡ് എന്ന് യൂസ് ചെയ്തിട്ട്. ഓക്കെ, നമുക്കത് നോക്കി നോക്കാം. ആട്രിബ്യൂട്ട് പാക്കഡ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? ഓക്കെ, ആട്രിബ്യൂട്ട് പാക്കഡ്.
സൈസ് ഉണ്ടാ 23. അപ്പൊ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ പാഡിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ട്രക്ചർ പാഡിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡാണ്. ഒന്ന് ആട്രിബ്യൂട്ട് സ്ട്രക്ചർ പാക്കഡ് ആൻഡ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഗ്മ എന്നുള്ളത്. ഓക്കെ, ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് സ്ട്രക്ചർ പാഡിംഗ് ഒഴിവാക്കാനുള്ളത്. അപ്പൊ സ്ട്രക്ചർ പാഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മെമ്മറിയിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതിൽ 4 ബാങ്കാണ് ഉള്ളത്. ഈ ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3 എന്നുള്ള രീതിയിൽ. അപ്പൊ എന്ന് പറഞ്ഞാൽ അറ്റ് സിംഗിൾ ഫെച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കൂടി ഒരുമിച്ചുകൊണ്ട് റീഡ് ചെയ്യും. അപ്പൊ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ല് ആയിട്ടുണ്ടോ ഇല്ലെന്നുള്ള നോക്കില്ല. അപ്പൊ നമ്മൾ ബെറ്റർ ആയിട്ട് ഫില്ല് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, കംപ്ലീറ്റ് ഫില്ലാക്കാനാണ് നോക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ പ്രോസസർ വിൽ ഹാവ് പ്രോസസിങ് വേർഡ് ലെങ്ത് ഓഫ് 32 ബിറ്റ് മെഷീൻ ആണ്, 32 ബിറ്റ് ആയിരിക്കും. 4 ബൈറ്റ് ഇഫ് മെമ്മറി ഈസ് അറേഞ്ച്ഡ് സിംഗിൾ ബാങ്ക് 1 ബൈറ്റ് വിത്ത് ദ പ്രോസസർ നീഡ് ടു ഇഷ്യൂ 4 മെമ്മറി റീഡ് സൈക്കിൾ. അതായത് 1 by 1 ആയിട്ട് റീഡ് ചെയ്യണമെങ്കിൽ എന്താണ് 4 സൈക്കിൾ വേണ്ടി വരുന്നു. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരൊറ്റ സിംഗിൾ സൈക്കിളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ബൈറ്റ്സ് ആണ് ഇത് റീഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എന്ന് പറഞ്ഞാൽ യൂണിയൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, ബൈ.